ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി സഭ നൽകിയിരിക്കുക കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തെ പറ്റിയുള്ള ചിന്തകളാണ്. കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്ന് ഇന്നത്തെ എല്ലാ വായനകളും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ശിഷ്യന്മാരെ നാം കണ്ടുമുട്ടുന്നു. ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ശിഷ്യന്മാരെ മറുകരയ്ക്ക് പോകുവാനായിട്ട് നിർബന്ധിക്കുന്ന ഈശോയെ നാം കാണുന്നുണ്ട്. അതിനുശേഷം ഈശോ മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നതായും നാം കാണുന്നുണ്ട്. ഇങ്ങനെ മറുകരയിലേക്കുള്ള യാത്രയിൽ തിരമാലകൾക്ക് ഇടയിൽ അകപ്പെടുന്ന ശിഷ്യന്മാരെ നാം കണ്ടുമുട്ടുന്നു. ഈശോയുടെ നിർബന്ധപ്രകാരം നിർദ്ദേശമനുസരിച്ച് പോയ ശിഷ്യന്മാരാണ് ഈ തിരമാലകളിൽ അകപ്പെട്ടത് എന്നുള്ളത് നാം മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ടതായിട്ട് നാം കാണേണ്ടതാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ ജീവിതത്തിൻ്റെതായ പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ നാം കടന്നു പോയിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനി നാം കടന്നു പോയേക്കാം. തിരമാലകൾ, ദുഃഖത്തിൻ്റെ, പ്രയാസത്തിൻ്റെ തിരമാലകളിൽ നാം അകപ്പെട്ടു പോയേക്കാം. എന്നാൽ ആ സമയങ്ങളിലൊന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് അകലെയാണ് എന്നുള്ളൊരു ചിന്ത ഒരിക്കലും നമുക്ക് കടന്നു വരുവാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സുള്ളൊരു ചിന്തയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുന്നത്? ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ നടത്തുന്ന വ്യക്തിയാണ്. അനുദിന ദേവാലയത്തിൽ വിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നു, ഉപവസിച്ചു പ്രാർത്ഥിക്കുന്നു. പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി, എൻ്റെ ജീവിതത്തിൽ ഈ പ്രയാസം, ഈ ബുദ്ധിമുട്ട്? ചില പ്രയാസങ്ങൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അങ്ങനെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ആ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്കാണ് ഈശോ കടന്നു വരിക. മലമുകളിൽ ഈശോ പ്രാർത്ഥനയിലായിരുന്നപ്പോഴും തൻ്റെ ശിഷ്യന്മാരെ പറ്റിയുള്ള വലിയ കരുതൽ ഈശോയ്ക്കുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈശോയുടെ പക്കലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുന്ന ഈശോയെ നാം ഇവിടെ കണ്ടുമുട്ടുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയുടെ ഈ ഒരു വാക്ക്, ഇത് ഞാനാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക പഴയ നിയമത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയ ദൈവത്തെ പറ്റിയാണ്. മോശയ്ക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം പറഞ്ഞത് ഇത് ഞാനാണ് എന്നാണ്. ഞാൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് മോശയ്ക്ക് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത്. ഇന്ന് ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. തന്നിലുള്ള ആ ദൈവികതയെ, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ശക്തികളുടെ മേലുള്ള തൻ്റെ അധികാരത്തെ ഇന്ന് ക്രിസ്തു ഇവിടെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുക. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ഈശോ നമ്മോട് പറയുന്നതും ഇത് തന്നെയാണ്. നിന്നെ രക്ഷിക്കുവാനായിട്ട് എൻ്റെ കരങ്ങൾ എപ്പോഴും സജ്ജമാണ്. വചനത്തിൽ നാം കാണുന്നുണ്ട്, നിന്നെ രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കൈ കുറുകിപ്പോയിട്ടില്ല. നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നിന്റെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നെ സഹായിക്കാൻ അവിടെ നിന്ന് എപ്പോഴും നിന്റെ കൂടെ, ജീവിത പ്രശ്നങ്ങളിൽ എപ്പോഴും നിന്നോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നാം മറന്നു പോകരുത്. ഈ ഒരു ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നാം ഒക്കെ നിരാശയിലേക്ക് കടന്നു പോകുന്നത്. നിരാശയിലൂടെയും പ്രത്യാശയില്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോൾ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഈ വചനം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, ഇത് ഞാനാണ്. ഈ ഒരു വലിയ വാഗ്ദാനമാണ് ഈശോ ഓരോ നിമിഷവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുക. നിന്റെ രോഗങ്ങളിൽ സൗഖ്യമായിട്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ പരാജയങ്ങളിൽ നിനക്ക് വിജയമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ മുങ്ങിത്താണു പോകുന്നു എന്നുള്ള അവസ്ഥ കടന്നു വരുമ്പോൾ നിന്നെ കൈപിടിച്ചുയർത്താൻ നിന്നോട് കൂടെ ഞാനുണ്ട് എന്നുള്ള വലിയ വാഗ്ദാനം ഇന്ന് വചനത്തിലൂടെ ക്രിസ്തു നമുക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്. ഇന്നത്തെ 1ാമത്തെ വായനയിലേക്ക് നാം കടന്നു വരുമ്പോൾ പത്രോസും ശിഷ്യന്മാരും ഈശോയെ കണ്ടുമുട്ടിയത്, ഈശോയിലെ ദൈവിക സാന്നിധ്യത്തെ മനസ്സിലാക്കിയത് തിരമാലകൾക്കിടയിലാണെങ്കിൽ ഒരു
ഇളം കാറ്റിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ഏലിയാ പ്രവാചകനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. എന്നാൽ ഏലിയാ പ്രവാചകൻ ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്നത് ഒരു ഇളം കാറ്റിലാണ്. നിരാശയിൽ ഏകാന്തതയിലായിരുന്ന അവന് ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വന്നത് ഒരു ചെറിയ കാറ്റിലൂടെയാണ്. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ഈ കാലഘട്ടത്തിൽ ആഘോഷങ്ങളിലും ആർഭാടത്തിലും ആഡംബരത്തിലുമൊക്കെ ദൈവത്തെ നാം തിരയുമ്പോൾ നാം മറന്നുപോകുന്നത് ദൈവം വസിക്കുന്നത് നിശബ്ദതയിലും എളിമയിലും ഒക്കെയാണ് എന്നുള്ള കാര്യമാണ്. ഈ ഒരു ബോധ്യം നമുക്കെപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകണം. ഒരുപക്ഷെ ഒരു ചെറിയ വചനമായിരിക്കാം, ഒരു വ്യക്തിയുടെ സാന്നിധ്യമായിരിക്കാം, അവയിലൂടെയൊക്കെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള വലിയ ബോധ്യം നമുക്കെപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വീണ്ടും ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ റോമായിലെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ റോമായിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസ് അപ്പോസ്തലനെയാണ് നാം അവിടെ കണ്ടുമുട്ടുക. പ്രിയമുള്ളവരെ, ചെറിയൊരു പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രതിസന്ധി കടന്നു വരുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നതാണോ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വിശ്വാസം എന്ന് നാം ചിന്തിക്കണം. ആ അവിശ്വാസത്തിലൂടെ നമ്മുടെ പക്കലുള്ള ദൈവിക സാന്നിധ്യത്തെ മറന്നു കളഞ്ഞുകൊണ്ട് നിരാശയിലേക്ക് വീണു പോകുന്നവരാണോ നാം എന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.